ദുഃഖകരമായ ഒരു കാര്യമാണ് ആത്മഹത്യ എന്നുള്ളത്. പക്ഷെ ആത്മഹത്യയുടെ കാരണം എന്താണെന്ന് ഇപ്പോൾ നമുക്ക് ആർക്കും ഇപ്പോൾ പറയാൻ കഴിയില്ല. അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയാലും നമുക്കറിയാൻ കഴിയില്ല എൻ്റെ ഒരു സാഹചര്യം എന്താണെന്നുള്ളത്. അല്ല, ഇതിനെക്കുറിച്ച് ഞാൻ പറയുന്നത് ഇതാണ് കാരണം നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താണെങ്കിലും ആ കാരണം പരിശോധിക്കേണ്ടത് തന്നെ അവരുടെ സാഹചര്യവും. പിന്നെ ഇപ്പോൾ ട്രാക്കോ കേബിള് ഗൗരവമായ പ്രതിസന്ധി നേരിടുന്ന സ്ഥാപനമാണ്. ഗവൺമെൻറ്റിനും അത് നല്ല ധാരണയുണ്ട്. 245 കോടി രൂപയാണ് ട്രാക്കോ കേബിളിൻ്റെ സഞ്ചിത നഷ്ടം. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം 30 കോടി രൂപ സഹായമായി തന്നെ ട്രാക്കോ കേബിളിന് നൽകിയിട്ടുണ്ട്. അത് ഗവൺമെൻറ് സഹായം പര്യാപ്തമല്ല എന്ന് വന്ന ഘട്ടത്തിൽ മറ്റൊരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് കടം എന്ന രൂപത്തിൽ 14 കോടി രൂപ ഈ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞൊരു 10-15 വർഷം എടുത്താൽ ഇക്വിറ്റി കൺവെർട്ട് ചെയ്തിട്ടുള്ള ഒരു വർഷം പേപ്പറിൽ വന്ന ഒരു ലാഭം ഒഴിവാക്കി കഴിഞ്ഞാൽ തുടർച്ചയായ നഷ്ടമാണ്. ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഈ കമ്പനി നിയമത്തിൽ മാറ്റം വന്നതിന് ശേഷം കമ്പനി ട്രിബ്യൂണലുകൾക്കകത്ത് കമ്പനിയുടെ ഈ കടം, ഇപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങിക്കുന്നു, അതല്ലെങ്കിൽ മറ്റു രൂപത്തിലുള്ളത് ഗ്രാറ്റുവിറ്റി കിട്ടുക, ഇവരെല്ലാവരും തന്നെ കോടതികളിൽ പോയി അറ്റാച്ച്മെൻറ്റ് സ്വഭാവത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഏറ്റവും വലിയ കടം നൽകിയിട്ടുള്ളതും ഗവൺമെൻറ്റിൻ്റെ തന്നെ സ്ഥാപനമാണ് പവർ ഫിനാൻസ് കോർപ്പറേഷനാണ്. അപ്പോൾ തുടർച്ചയായിട്ടൊരു 15 വർഷത്തോളം നഷ്ടം തന്നെയാണ് ഈ സ്ഥാപനത്തിനുള്ളത്. അപ്പോൾ അത് സംബന്ധിച്ച് എങ്ങനെ ഇതിനെ വീണ്ടെടുക്കാൻ കഴിയും, ഇത് സംബന്ധിച്ച് ഗവൺമെൻറ് വിദഗ്ധമായിട്ടുള്ള ഒരു പഠനം തന്നെ നടത്തുകയുണ്ടായി. ആ ശുപാർശ ഗവൺമെൻറ് മുമ്പിൽ വന്നത് തിരുവല്ല ഇരുമ്പന യൂണിറ്റുകൾ മെർജ് ചെയ്യുക, തിരുവല്ലയിലേക്ക് ഇരുമ്പനത്തെ മെർജ് ചെയ്യുക. പിണറായി യൂണിറ്റാണ് ലാഭകരമായി പ്രവർത്തിക്കുന്ന യൂണിറ്റ്. അത് ഈ പറഞ്ഞ പൊതു നഷ്ടം തുടർച്ചയായിട്ടുണ്ടെങ്കിൽ 255 കോടി രൂപയുടെ സഞ്ചിത നഷ്ടം ഉണ്ടെങ്കിലും തിരുവല്ല ഈ പിണറായി യൂണിറ്റ് ലാഭകരമായി പ്രവർത്തിക്കുമ്പോഴാണ്. നമ്മൾ വീടുകളിലെ ഇലക്ട്രിഫിക്കേഷൻ ഉപയോഗിക്കുന്ന കേബിളാണ്. പിന്നെ പൂർണ്ണമായിട്ടും KSEBയെ തന്നെ ആശ്രയിച്ചിട്ടാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ചർച്ച നടത്തി. ആ ചർച്ചയിൽ ഇപ്പോൾ ഓണത്തിൻ്റെ ആദ്യം ട്രേഡ് യൂണിയനുകളായിട്ട് ചർച്ച നടത്തി. ട്രേഡ് യൂണിയനുകൾ പൊതുവെ ഇതിനോട് യോജിക്കുകയാണ് ചെയ്തത്. മെർജ് ചെയ്യുന്ന ഘട്ടത്തിൽ അവിടേക്ക് പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സഹായം വേണം എന്ന് കാണുകയുണ്ടായി. ഈ സ്ഥലം ഗവൺമെൻറ് പട്ടയത്തിന് കൊടുത്തിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് ഗവൺമെൻറ് വിൽക്കാൻ കഴിയില്ല. ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു സഹായം നൽകാനായിട്ട് ഇത് കൈമാറാൻ കഴിയുമോ എന്നതാണ് ഗവൺമെൻറ് പരിശോധിച്ചത്. ഇൻഫോ പാർക്കിന് ഇത് കൈമാറി അതിൽ നിന്ന് ആ ഒരു കണ്ടീഷനിൽ ഗവൺമെൻറ്റിൽ നിന്ന് ഇൻഫോ പാർക്കിൽ നിന്നുള്ള ഫണ്ടിൽ നിന്ന് ഒരു ഭാഗം എടുത്തിട്ട് ഇവിടെ ഈ സ്ഥാപനം തിരുവല്ലയ്ക്കും അതുപോലെ പിണറായിക്കും വേണ്ടി അത് മെച്ചപ്പെട്ട രൂപത്തിലേക്ക് കൊണ്ടുവരിക. ഇനി പോകാൻ കഴിയാത്ത തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അവർ പ്രത്യേക കേസായി പരിഗണിച്ചിട്ട് അവർക്ക് കഴിയാവുന്ന സഹായം നൽകുക. വിരമിച്ച തൊഴിലാളികളുടെ നൽകാനുള്ള മറ്റ് സ്റ്റാറ്റ്യൂട്ടറി ഗ്രീവൻസസ് എല്ലാം അഡ്രസ്സ് ചെയ്യുക. ഇതായിരുന്നു ആ കാഴ്ചപ്പാടിന് പുറകിലുള്ളത്. അത് യൂണിയനുകളുമായി ചർച്ച ചെയ്തു. അവർ തത്വത്തിൽ അത് അംഗീകരിച്ചിരുന്നു. എന്നാൽ ഇത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നവും പൊതുമേഖലാ സ്ഥാപനത്തെ സംബന്ധിച്ചുള്ളതായതുകൊണ്ട് ട്രേഡ് യൂണിയനുകളുടെ സംസ്ഥാന നേതൃത്വത്തിൻ്റെ യോഗം വിളിച്ചിരുന്നു. എല്ലാ നേതൃത്വവും ഇപ്പോൾ INTUC, ശ്രീ ചന്ദ്രശേഖരൻ, എളമരം കരീം, അങ്ങനെ സ്റ്റീവൻ്റെ റഹ്മത്തുള്ള എല്ലാ നേതൃത്വവും വന്നിരുന്നു. അവരും ഇൻ പ്രിൻസിപ്പൽ അവരും ഇതിനോട് അംഗീകരിച്ചിരുന്നു. ബാക്കി വിശദമായി തന്നെ ഒരു ഇതിൻ്റെ റിവൈവൽ പാക്കേജിനെ സംബന്ധിച്ചുള്ള ഒരു വിശദമായ രൂപവും ഇനി എങ്ങാനും തൊഴിലാളികൾക്ക് അങ്ങോട്ട് വരാൻ താല്പര്യമില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് എങ്ങനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റും, ഈ രണ്ട് പ്രശ്നങ്ങളും വെച്ച് ഒരു മീറ്റിംഗ് കൂടി യൂണിയനുകളുമായിട്ട് ചേരണം എന്ന് അന്ന് കണ്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഹൈക്കോടതിയിൽ 2 യൂണിയനുകൾ, ഇവിടെ ഇരുമ്പനത്തെ അല്ല, ഇതുമായി ബന്ധപ്പെട്ട 2 യൂണിയനുകൾ കേസ് കൊടുക്കുകയുണ്ടായി. ഇത് വിൽപ്പന തടയണം, ഇത് ആഗോള ടെൻഡർ വിളിക്കണം. അപ്പോൾ ഈ ആദ്യത്തെ മിനിറ്റ്സിനകത്ത് വിൽപ്പനയാണെങ്കിലും എഴുതിയിട്ടുള്ളതെങ്കിലും ഈ ട്രേഡ് യൂണിയൻ നേതാക്കന്മാരുടെ യോഗത്തിൽ നമ്മൾ വ്യക്തത വരുത്തി നമ്മൾ വിൽക്കാൻ കഴിയില്ലത്. കാരണം ഗവൺമെൻറ് തന്നെ പട്ടയത്തിന് കൊടുത്തിട്ടുള്ള ഭൂമിയാണ്. യഥാർത്ഥത്തിൽ കമ്പനി എങ്ങാനും ക്ലോസ് ചെയ്യേണ്ടി വന്നാൽ ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു വരേണ്ടതാണ്. അപ്പോൾ ഒരു പൈസയും നമുക്ക് കമ്പനിക്ക് കിട്ടില്ല. പക്ഷേ ഇതൊരു പ്രത്യേക കേസായി പരിഗണിച്ചിട്ട് ഇൻഫോ പാർക്കിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇൻഫോ പാർക്ക് സാധാരണഗതിയിൽ ഈ സ്ഥലമൊക്കെ ഏറ്റെടുക്കുമ്പോൾ വാങ്ങുന്ന പണം അത് ഈ കമ്പനിക്ക് നൽകിയാൽ നമുക്കൊരു പൊതുമേഖലാ സ്ഥാപനത്തെ ശക്തിപ്പെടുത്തി കൊണ്ടുപോകാൻ കഴിയും. ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാടായിട്ടുണ്ടായിരുന്നത്. അതിന് റവന്യൂ വകുപ്പിൻ്റെയും ക്യാബിനറ്റിൻ്റെ എല്ലാം അംഗീകാരം വേണം. പക്ഷെ അപ്പോൾ തൊഴിലാളികൾ ചിലർ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തു. ഹൈക്കോടതിയിൽ കേസ് കാരണം പിന്നെ അതിൻ്റെ ഒരു തീരുമാനത്തിലെത്താതെ തുടർ നടപടിയിൽ പോകാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും മറ്റ് പാക്കേജും മറ്റ് കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്യണമെന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇപ്പോൾ ഇദ്ദേഹത്തിനാണെങ്കിൽ ഇപ്പോൾ PF അടച്ചിട്ടില്ലെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വായ്പ എടുക്കുന്നതിനും ബുദ്ധിമുട്ടില്ലാത്തതാണ്. എനിക്ക് തോന്നുന്നു ഇതിലേക്ക് നയിച്ച കാരണങ്ങൾ വേറെ നമ്മൾ നോക്കേണ്ടതാണ്. അത് നിങ്ങൾ കുടുംബവുമായിട്ട് സംസാരിച്ചാലേ അതിനറിയാൻ കഴിയുള്ളൂ എന്തൊക്കെയാണ് എൻ്റെ പശ്ചാത്തലം എന്നുള്ളത്, അവരുടെ മറ്റ് പശ്ചാത്തലങ്ങൾ എന്താണ്,
കുടുംബത്തിന് മറ്റ് വരുമാന മാർഗ്ഗങ്ങളുണ്ടോ, അതെല്ലാം തന്നെ നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പോൾ MD ഉൾപ്പെടെയുള്ള നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അവിടെ പോവുകയും അവരുടെ കുടുംബമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. മറ്റു തൊഴിലാളികളും പോയിട്ടുണ്ട്. എന്നാൽ ട്രാക്കോ കേബിളിൻ്റെ പ്രശ്നം ഇതാണ്. ഇപ്പോൾ 14 കോടി തന്നെ നമ്മൾ പൊതുമേഖലാ സ്ഥാപനത്തിന് വരെ കടമെടുത്ത് കൊടുത്തു.